വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി.എസ്. അച്യുതാനന്ദനൊടുവിൽ വേലിക്കകത്ത് വസതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നേരത്തെ നമ്മുടെ പ്രതിനിധികളൊക്കെ പറഞ്ഞതുപോലെ നിശ്ചയിച്ചതിലും എത്രയോ മണിക്കൂറുകൾ വൈകിയാണ് അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. 15 മണിക്കൂർ വൈകി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നലെ രാത്രി 9 മണിക്ക് എന്നുള്ളത് ആദ്യം പറഞ്ഞിരുന്നു, അതിനുശേഷം പുലർച്ചെ 1 മണിക്ക് എന്ന് പറഞ്ഞു. അതൊന്നും ആയിരുന്നില്ല. 12 മണിക്ക് ശേഷമാണ് വസതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരം എത്തിക്കാൻ കഴിഞ്ഞത് എന്നതാണ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഇടത്തേക്ക് ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്നു. കാണാൻ എത്തിയിരിക്കുന്നതും അദ്ദേഹത്തിന് പ്രിയപ്പെട്ട നാട്ടുകാരും ഒപ്പം തന്നെ മറ്റ് ഇടങ്ങളിലൊക്കെയുള്ള അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ആളുകളുമൊക്കെയാണ്. ഹാഷ്മി താജ് ഇബ്രാഹിം കൂടിയുണ്ട്. ഹാഷ്മി, വേഗം ആളുകളെ കടത്തി വിട്ടുകൊണ്ട് ഇപ്പോൾ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവിടെ. നമ്മൾ കാണുന്നതാണ്, അതായത് ഇന്നലെ രാത്രി 9 മണിക്ക് എന്നുള്ള അറിയിപ്പ് അനുസരിച്ചൊക്കെ ദൂരെ നിന്ന് ആളുകൾ അതനുസരിച്ച് വളരെ നേരത്തെ എത്തിയവരുണ്ട്, ഇന്ന് പുലർച്ചെ എത്തിച്ചേർന്നവരുണ്ട്. അങ്ങനെ മണിക്കൂറുകളുടെ കാത്തിരിപ്പ്, അവസാനമായി 1 സെക്കൻഡ് നേരമെങ്കിലും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അത്. ഉറപ്പായും അനുജ, ഇന്നലെ രാത്രി പാതിരാത്രി വന്നവരൊക്കെ ഉണ്ട്. പാതിരാത്രി ഇവിടെ വന്ന് വി.എസിന്റെ വീടിന് മുന്നിൽ കാത്തിരുന്നവരുണ്ട്. ഏറെ പുലർച്ചെ 4 മണി 3:30 സമയത്ത് വന്നവരുണ്ട്. അവരൊക്കെ അകത്തേക്ക് കയറുന്നു. വളരെ പെട്ടെന്ന് ആ ക്യൂവിൻ്റെ നീളം, ആ ക്യൂവിൻ്റെ മൂവ്മെൻറ്റ് വളരെ പെട്ടെന്നാണ്. ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് അവരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലെ പ്രിയ സഖാവിനെ ഒരു നോക്ക് കാണാൻ അവർക്ക് അവസരം കിട്ടുന്നുള്ളൂ എന്ന് പറയുമ്പോൾ പോലും അതൊരു ഭാഗ്യമാണ്. അവർക്കാര്യം ഈ ക്യൂവിൻ്റെ അറ്റം അങ്ങ് കിടക്കുകയാണ് അനുജ. ഈ ക്യൂവിൻ്റെ അറ്റം അങ്ങ് പറഞ്ഞാൽ ബൈപ്പാസും കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ ബീച്ച് റോഡിൽ അങ്ങനെ കിലോമീറ്റർ നീളത്തിൽ ദൂരത്തിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ആളുകൾക്ക് പൂർണ്ണാർത്ഥത്തിൽ വി.എസിനെ ഒരു നോക്ക് കാണാൻ ഈ പൊതുദർശനത്തിൽ സാധ്യമാകുമെന്ന കാര്യം അറിയില്ല. യഥാർത്ഥത്തിൽ ഇവിടെ വന്ന എല്ലാവർക്കും പൊതുദർശനത്തിന് അവസരം ഒരുക്കേണ്ടതാണ്. കാര്യം ഇത് വി.എസ് ആണ്, ഇത് പാവങ്ങളുടെ വി.എസ് ആണ്. വി.എസിനെ കാത്തു നിൽക്കുന്നവർ അത്രയും ആ ശ്രേണിയിൽപ്പെട്ട ആ വി.എസിനെ ഹൃദയത്തോട് ചേർന്ന ആ മനുഷ്യർ മാത്രമാണ് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന ഓരോരുത്തർക്കും വി.എസിനെ കാണാനുള്ള അവസരം ഒരുക്കിയിട്ട് ശേഷം മാത്രമേ വി.എസിനെ ഇവിടെ എടുക്കാൻ കഴിയൂ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ അത് പ്രാക്ടിക്കലാണോ എന്ന കാര്യം അറിയില്ല. ഇവിടെ പരമാവധി 1 മണിക്കൂറാണ് പൊതുദർശന സമയം പറഞ്ഞിരുന്നത് അനുജ. 1 മണിക്കൂർ എന്തായാലും തീരാൻ പോകുന്നില്ല. ഈ വലിയ ജനാരവം, ഈ വലിയ ജനസമുദ്രം ഈ 1 മണിക്കൂറിനുള്ളിൽ, ഈ ചെങ്കടൽ 1 മണിക്കൂറിനുള്ളിൽ ഈ വീടിനകത്തേക്ക് ഒഴുകി വി.എസിനെ കണ്ട് തിരിച്ചൊഴുകുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമാകുന്നില്ല. കാര്യം ഇപ്പോഴും ആ ക്യൂവിൻ്റെ അറ്റം അങ്ങ് നീണ്ടുവരുന്നു. ഇതുവഴി വരുന്നവരെ ആ ക്യൂവിൻ്റെ അറ്റത്തേക്കാണ് പോലീസ് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത്. ഇതൊക്കെ ആ ക്യൂവിൻ്റെ അറ്റത്ത് പോയി ചേരേണ്ടവരാണ്. അങ്ങനെ വരുമ്പോൾ ആ ക്യൂവിൻ്റെ നീളം പിന്നെയും കിലോമീറ്ററുകളും അങ്ങോട്ടേക്ക് നീളുകയാണ്. അപ്പോൾ എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്ന കാര്യം ഇതിനിയും അറിയില്ല. എന്തായാലും ഇനി വി.എസിനെ ഇവിടുന്ന് 1 മണിക്കൂർ പൊതുദർശനമാണ് സാധാരണയിൽ പറയുന്നത്. ഒരു പക്ഷേ അത് നീണ്ടോ, സാധാരണയിൽ 2:30 ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷ. 2:30 എന്ന് പറയുന്നത് 3:30 4 മണിയോ ഒക്കെ ആയാലും ഒരുപക്ഷെ ഇവിടെ നിന്ന് വി.എസിനെ പാർട്ടിയുടെ ജില്ലാ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന കാര്യത്തിൽ ഉറപ്പില്ല. കാര്യം അത്രത്തോളം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു. പക്ഷേ കൃത്യമായി പോലീസും റെഡ് വോളണ്ടിയേഴ്സും കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇവിടെ കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കുന്നുണ്ട്. അവരുടെ ജോലിയെ അഭിനന്ദിക്കാതെ വയ്യ. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഈ പോലീസും ഈ റെഡ് വോളണ്ടിയേഴ്സും ഒക്കെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ഈ ആൾക്കാരെ നിയന്ത്രിക്കാൻ. ആ അധ്വാനത്തിന്റെ ഭാഗമായി ഒരു വലിയ ജനാരവും ഒരു വലിയ കൊടിയ തിക്കും തിരക്കും ഉണ്ടാവേണ്ടിയിരുന്ന ഒരു സാഹചര്യം തിക്കും തിരക്കും ഇല്ലാതായി മാറുന്നു. പക്ഷേ നോക്കൂ, അങ്ങോട്ടേക്ക് നോക്കൂ. ആ ക്യൂവിൽ അത്രയും മുഷ്ടിചുരുട്ടി മുദ്രാവാക്യം ഒഴുക്കിക്കൊണ്ട് അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ, അവരുടെ പ്രിയപ്പെട്ട സമരനായകനെ അവർ ഹൃദയത്തിന്റെ ആഴത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവരുടെ വീട്ടിലെ ഒരാൾ എന്ന മട്ടിൽ തന്നെയുള്ള ഒരു നേതാവിനെ കാണാൻ അങ്ങോട്ടേക്ക് ഒഴുകി അകത്തേക്ക് എത്തുന്നു. അവിടെ 10 മിനിറ്റ് സമയമായിരുന്നു അവിടെ വി.എസിനെ അവിടുത്തെ ബന്ധുക്കൾക്ക്, ഭാര്യയ്ക്കടക്കമുള്ള വളരെ അടുത്ത ബന്ധുക്കൾ കാണാനുള്ള അവസരം. 1:30 എന്നൊരു സമയം ഇപ്പോൾ അവിടെ അനൗൺസ്മെന്റ് നടത്തി. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. 1:18 ആവുന്നു ഈ സമയം. 1:30 എന്ന സമയം 1:30 പൊതുദർശനം എന്നാണോ എന്നറിയില്ല. എന്തായാലും അത് സാധ്യമല്ല. അതെന്തോ അനൗൺസ്മെന്റ് നടത്തുന്ന ആൾ സമയം നോക്കാതെ, വാച്ച് നോക്കാതെ പറഞ്ഞതാകണം. 1:30 ഏതായാലും നടക്കാൻ പോകുന്നില്ല. 2 മണി നടക്കാൻ പോകുന്നില്ല. 3 മണിയും 4 മണിയും ഒക്കെ നടക്കുമോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്നറിയണം. നീണ്ട ക്യൂ അങ്ങനെ നിൽക്കുന്നു. ഈ ക്യൂവിന്റെ വേഗത തുടക്കം മുതൽ തന്നെ പൊതുദർശനം തുടങ്ങിയപ്പോൾ തന്നെ ക്യൂ വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നു. ഇത് ഒറ്റ വരി ക്യൂ അല്ല. നേരത്തെ നമ്മൾ ദർബാർ ഹാൾ കണ്ടതുപോലുള്ള ഒറ്റ വരി ക്യൂ അല്ല. കുറെ ഒരാൾക്കൂട്ടമാണ്. ക്യൂ എന്ന് പറയുമ്പോൾ പോലും 1 2 3 4 5 നിരയിലുള്ള ഒരാൾക്കൂട്ടമാണ്. ഓരോ നിരയും ആ നിരയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മൾ കാണുന്നു വി.എസ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ആലപ്പുഴയ്ക്ക് എന്തായിരുന്നുവെന്നും ആലപ്പുഴ വി.എസ് എന്തായിരുന്നുവെന്നും നമ്മൾ ഈ നിമിഷങ്ങളിൽ കാണുകയാണ്. വി.എസ് എന്ന സമരമനുഷ്യനെ അങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത, ആ കാരിരുമ്പിന്റെ കരുത്തിനെ അങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത, മൂസയിലൊഴിച്ചുണ്ടാക്കിയതുപോലെ വാർത്തെടുത്ത ആ സമര പാരമ്പര്യം, വി.എസിന്റെ ജീവിതം അങ്ങനെ എഴുതിയാൽ കിടക്കുന്ന ഈ വി.എസിന്റെ ഈ മണ്ണ് ഏത് രീതിയിൽ തിരിച്ച് വി.എസിനെ നെഞ്ചോട് ചേർക്കുന്നുണ്ട്, ഹൃദയത്തോട് ചേർക്കുന്നുണ്ട് എന്നീ കാണുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാവുകയാണ്. ഇവിടെ വരുന്നവരൊക്കെ അങ്ങേയറ്റം
അങ്ങേയറ്റം ശൂന്യതയിൽ അവരുടെ വീട്ടിലെ പ്രധാനപ്പെട്ട ഒരാൾ നഷ്ടമാകുന്ന മട്ടിലുള്ള ശൂന്യത ഇവിടെ വരുന്ന എല്ലാവരുടെ വാക്കുകൾ നമുക്ക് പ്രകടമാണ്, മുദ്രാവാക്യങ്ങൾ നമുക്ക് പ്രകടമാണ്. അവർ കണ്ണേകരളെ VSA എന്ന് വെറുതെ വിളിക്കുകയല്ല, അവർ യഥാർത്ഥത്തിൽ അവരുടെ കണ്ണിനെ വിളിക്കുകയാണ്, യഥാർത്ഥത്തിൽ അവരുടെ കരളെ തന്നെ വിളിക്കുകയാണ്. അത്രത്തോളം ഹൃദയാഴത്തിലുള്ള ആത്മബന്ധത്തിൽ ഇങ്ങോട്ടേക്ക് VSനെ കാണാൻ എത്തുന്നവരുടെ നീണ്ട നിര ഇപ്പോഴും തുടരുന്നത്. ഇവിടുത്തെ മാത്രം കാഴ്ചയാണ് നമുക്കറിയാം. VSന്റെ വിയോഗ വാർത്ത അറിഞ്ഞ 3:10 മുതൽ അല്ലെങ്കിൽ രാത്രി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ AKG സെന്ററിലേക്ക് തടിച്ചുകൂടിയെത്തിയ ആയിരങ്ങളെ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് VSന്റെ മകന്റെ വീട്ടിലെ ആയിരങ്ങളെ നമ്മൾ കണ്ടതാണ്. അവിടെ പാർട്ടി നേതാക്കൾ പറഞ്ഞാൽ പോലും മുഖവിലക്ക്, സാധാരണ MV ജയരാജനൊക്കെ പറഞ്ഞാൽ അപ്പോൾ തന്നെ പാർട്ടി പ്രവർത്തകർ മുഖവിലക്ക് എടുക്കാറുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ MV ജയരാജൻ തന്നെ നേരിട്ട് ഔദ്യോഗിക വാഹനത്തിൽ പ്രഖ്യാപന വാഹനത്തിൽ മൈക്കുമായി കയറിയെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടും അത് പറഞ്ഞ് കൂട്ടാക്കാതെ അവിടെ തടിച്ചുകൂടുന്നു. അവിടെ ഏറ്റവും ഒടുവിൽ ആ വീടിന്റെ വാതിൽ തുറന്നു കൊടുക്കേണ്ടി വന്നു VSനെ പ്രിയപ്പെട്ടവർക്ക് ഒരു നോക്ക് കാണാൻ വേണ്ടി. അതിനുശേഷം ദർബാർ ഹാളിൽ നമ്മൾ കണ്ടു. ദർബാർ ഹാളിൽ രാവിലെ മുതൽ 2 മണി വരെ തടിച്ചുകൂടിയ ആയിരങ്ങളെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് വിലാപയാത്രയുടെ വഴികളിൽ കോരിച്ചൊരിയുന്ന മഴയത്തും ഒരു ഇഞ്ച് പോലും, എത്ര വലിയ പെരുമഴ, പേമാരി പോലത്തെ പെരുമഴ പെയ്യുമ്പോൾ 1 ഇഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ നിന്ന VSന്റെ പ്രിയപ്പെട്ടവരെ കണ്ടു. ഏറ്റവും ഒടുവിൽ വേലിക്കകത്തെ വീട്ടിലേക്ക് VS അച്യുതാനന്ദൻ അവസാനമായി എത്തിയിരിക്കുന്നു. അനുജ, അത് അവസാനമായി എത്തലാണ് എന്നുള്ള തിരിച്ചറിവാണ് വേദന. എപ്പോഴും VS എല്ലാ വർഷവും ഇനി എന്ത് തിരക്കുണ്ടെങ്കിലും ബാക്കി സമയത്ത് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഓണത്തിന് ഇങ്ങോട്ടേക്ക് വന്ന ഓണമുണ്ടുക, ഈ വീട്ടിൽ ഓണമുണ്ടുക എന്നുള്ളത് VSന് അതൊരു മുടക്കമില്ലാത്ത, VSന്റെ പല കൃത്യനിഷ്ഠ പോലെ മുടക്കമില്ലാത്ത പതിവാണ്. 2017 ഏറ്റവും ഒടുവിൽ VS ഇങ്ങോട്ടേക്ക് വന്ന് ഓണമുണ്ടത്. 2017 ഏറ്റവും ഒടുവിൽ അതുപോലെ തന്നെ മുടക്കാത്ത പുന്നപ്ര വയലാർ സമര വാർഷികത്തിന് വലിയ ചൂടുകാടിലേക്ക് എത്തിയത്. ഏറ്റവും ഒടുവിൽ വലിയ ചൂടുകാടിലേക്ക് VS എത്തിയത് 2017 അത് കഴിഞ്ഞ് 6 വർഷങ്ങൾക്കിപ്പുറം VS വലിയ ചൂടുകാടുകളിലേക്ക് എത്തുന്നത് അത് അവസാനമായുള്ള ഉറക്കത്തിനാണ് എന്നുള്ളതും ഇവിടെ ആലപ്പുഴയുടെ വലിയ വേദനയായി മാറുന്നു. വലിയ ചൂടുകാടിൽ അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. പുന്നപ്ര വയലാറിന്റെ ധീര രക്തസാക്ഷികൾ ഉറങ്ങുന്ന മണ്ണാണത്. SRCPയുടെ പട്ടാളം ഇഞ്ചിഞ്ചായി കൊന്ന ആ പട്ടാളം ഈ പറയുന്ന അവരുടെ സഹപ്രവർത്തകരായ ധീരരക്തസാക്ഷികൾക്കൊപ്പം VSും അന്ത്യം ഉറങ്ങാൻ പോകുന്നു. അത് വലിയ ചുടുകാടിന്റെ വിപ്ലവ സ്മരണകളെ ത്യാഗോജ്വലമാക്കാനും പോകുന്നു. അനുജ, നേരിന്നറുകയിൽ ഊർജം പകർന്നൊരു പോരാളിയാണെന്റെ VS, സമര പോരാളിയാണെന്നും VS. നേരിന്നറുകയിൽ ഊർജം പകർന്നൊരു പോരാളിയാണെന്റെ VS, സമര പോരാളിയാണെന്നും VS. അകലേക്കൊഴുകുന്ന അരുവിതന്നാദമായി ഇന്നും ജ്വലിക്കുന്ന ആ ശബ്ദം, ജനകോടികൾ ഏറ്റുന്ന ശബ്ദം.